വെൽക്കം ടു ഓൾ. എല്ലാവർക്കും എക്കോസ് എജ്യൂടെക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ പാർട്ട് 2 ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതാണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത്. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, അതുമായി ബന്ധപ്പെട്ട ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോൾവ് ചെയ്ത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് മൊണോപ്പൊളിയെക്കുറിച്ചും അതുപോലെ തന്നെ മൊണോപ്പൊളിയുടെ ഒരു സെപ്പറേറ്റ് കേസായിട്ടുള്ള ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി അല്ലെങ്കിൽ മൾട്ടി പ്ലാന്റ് മൊണോപ്പൊളിയുടെ കേസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ട് എന്താണ് മൊണോപ്പൊളി എന്ന് നോക്കാം. മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സിംഗിൾ സെല്ലർ ഓഫ് എ പ്രോഡക്റ്റ് വിത്ത് ബാരിയേഴ്സ് ടു എൻട്രി ഓഫ് അതേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം, എ സിംഗിൾ സെല്ലർ കൺട്രോൾസ് ദി എൻറ്റയർ സപ്ലൈ. ഒരു സിംഗിൾ സെല്ലർ എൻറ്റയർ സപ്ലൈ, ഒരു പ്രൊഡക്റ്റിൻ്റെ എൻറ്റയർ സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ഒരു പേഴ്സൺ ആണെങ്കിൽ, ഒരു സെല്ലർ മാത്രമാണ് എങ്കിൽ അത്തരം മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മൊണോപ്പൊളി എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സിംഗിൾ സെല്ലർ. ഒരു കമ്മോഡിറ്റി സെല്ല് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ദർ ഈസ് ബാരിയേഴ്സ് ടു എൻട്രി. മറ്റാളുകൾക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. ദർ ഈസ് ബാരിയേഴ്സ് ഫോർ എൻട്രി. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളി? അപ്പോൾ ഇതാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഒറ്റ പ്രൊഡ്യൂസർ മാത്രം ഒരു കമ്മോഡിറ്റി വിൽക്കുന്നു, എൻട്രി ആൻഡ് എക്സിറ്റ്, അതിനകത്ത് ബാരിയേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, സിംഗിൾ സെല്ലർ, ഒറ്റ പ്രൊഡ്യൂസർ മാത്രമായിരിക്കും, ഒറ്റ സെല്ലർ മാത്രമായിരിക്കും. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതുമായി ബന്ധപ്പെട്ട ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കില്ല. മൂന്നാമത്തെ, ബാരിയേഴ്സ് ടു എൻട്രി, പുതിയ ആളുകൾക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ദെൻ ക്രോസ് ഇലാസ്റ്റിറ്റി ഈസ് വെരി ലോ. ക്രോസ് ഇലാസ്റ്റിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. കാരണം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അവൈലബിലിറ്റി ഇല്ല, അല്ലേ? അതുകൊണ്ട് ക്രോസ് ഇലാസ്റ്റിറ്റി വളരെ കുറവായിരിക്കും. മറ്റൊരു കമ്മോഡിറ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന മാറ്റം ഈ കമ്മോഡിറ്റീൻ്റെ പ്രൈസിലധികം അല്ലെങ്കിൽ കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിലധികം റിഫ്ലക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ക്രോസ് ഇലാസ്റ്റിറ്റി ഈസ് വെരി ലോ. ദെൻ പ്രൈസ് മേക്കറാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ കണ്ടു, അവിടെ പ്രൈസ് ടേക്കറാണ്. ഇവിടെ പ്രൈസ് മേക്കറായിട്ടാണ് മൊണോപ്പൊളി. കാരണം അതിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് അത് തന്നെയാണ്, അല്ലേ? ആ ഒരു ഫേം തന്നെയാണ് അതിൻ്റെ ഓൺ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് മേക്കർ എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മൊണോപ്പൊളി. ദെൻ സിൻസ് ദർ ഇസ് എ സിംഗിൾ ഫേം ഇൻ ദ ഇൻഡസ്ട്രി, ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രി ആൻഡ് ഫേം. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫേം ആൻഡ് ഇൻഡസ്ട്രി, അല്ലേ? നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫേമുകൾ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരുപാട് ഫേംസ് ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡും ഇൻഡസ്ട്രിയുടെ സപ്ലൈ അനുസരിച്ചിട്ടാണ് അവിടെ പ്രൈസ് തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കപ്പെടുന്ന പ്രൈസ് ഫേംസ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് ടേക്കർ എന്ന് പറയുന്നത്. എന്നാൽ മൊണോപ്പൊളിയുടെ കേസിൽ ഇൻഡസ്ട്രിയും ഫേമും ഒന്ന് തന്നെയാണ്. സോ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രി ആൻഡ് ദി ഫേം. സോ മൊണോപ്പൊളിസ്റ്റ് ഔട്ട്പുട്ട് സോൾഡ് ഇൻക്രീസസ് ബൈ റെഡ്യൂസിങ് പ്രൈസ് ദാറ്റ് ഹി ചാർജസ് ഫ്രം ദി കസ്റ്റമേഴ്സ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മൊണോപ്പൊളിസ്റ്റിന് കൂടുതൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആളുകളത് വാങ്ങിക്കും. ആ രീതിയിൽ പ്രൈസിനകത്ത് ചേഞ്ചസ് വരുത്താൻ ആർക്ക് കഴിയും? മൊണോപ്പൊളിസ്റ്റിന് കഴിയും. അതുകൊണ്ടാണത് പ്രൈസ് മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ MR ആയിരിക്കും. പ്രൈസ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ, അല്ലേ? പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. റവന്യൂ പെർ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി സോൾഡ്, അതിനാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയാം. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു പ്രൈസ്. സോ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ റവന്യൂ. അപ്പോൾ മാർജിനൽ റവന്യൂയേക്കാൾ കൂടുതലായിരിക്കും പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ വരുന്നു? അണ്ടർ മൊണോപ്പൊളി നോക്കിക്കേ, AR കർവ് മുകളിലായിരിക്കും, MR കർവ് അതിൻ്റെ താഴെയായിരിക്കും. MR ലൈസ് ബിലോ ദി AR കർവ് അണ്ടർ മൊണോപ്പൊളി. സോ ദ റീസൺ ഈസ് ദാറ്റ്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? AR കർവിൻ്റെ താഴെ MR കർവ് വരാനുള്ള റീസൺ എന്താണ്? റീസൺ ഇത്രയേ ഉള്ളൂ. ഇവിടെ പറയുന്നത് കൂടുതൽ ഔട്ട്പുട്ട് മൊണോപ്പൊളിസ്റ്റിന് സോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം AR എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രൈസിനെയാണ് നമ്മളെന്താ പറയുക, അല്ലെങ്കിൽ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, റവന്യൂവിനെയാണ് നമ്മളെന്ത് പറയുക, ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കമ്മോഡിറ്റിയാണ് വിൽക്കുന്നത് സങ്കല്പിക്കുക. നമ്പർ ഓഫ് യൂണിറ്റ് 1 ആണ്. നമ്പർ ഓഫ് യൂണിറ്റ് 1 ആകുമ്പോൾ നമ്മൾ ഈടാക്കിയ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. പ്രൈസ് ഇസ് ഈക്വൽ ടു 10 ആണെങ്കിൽ അവിടെ AR എത്ര വരിക? 10. MR എത്ര വരിക? 10. ഓക്കെ, ഇനി 2 യൂണിറ്റ് ആണ്.
2 യൂണിറ്റ് വിറ്റ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു 9 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ പ്രൈസ് 9 രൂപയാണ്. 2 യൂണിറ്റാണ് വിറ്റത് അല്ലേ. അപ്പോൾ എന്തായി, ഇപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 18 രൂപ അല്ലേ. അപ്പോൾ അതിനോട് കൂടി കൂട്ടിച്ചേർത്ത് എത്രയാണ് നമ്മൾ നോക്കുക. പ്രൈസ് അപ്പോഴെത്രയാണ്? 9 രൂപയാണ്. പക്ഷേ മാർജിനൽ റവന്യൂ എത്രയായിരിക്കും? മാർജിനൽ റവന്യൂ എത്രയായിരിക്കും? 8 ആണ് അല്ലേ. ടോട്ടൽ ഇപ്പോൾ 18ലേക്കാണ് വന്നത് അല്ലേ. അപ്പോൾ അഡീഷണൽ ആയിട്ട് കൂടിയത് പ്രൈസിനേക്കാൾ കുറവായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഇപ്പോൾ 10 രൂപയ്ക്കാണ് വിറ്റത് അല്ലേ. 10 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ARഉം MRഉം സെയിം ആണ്. പിന്നീട് ഓരോ യൂണിറ്റ് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് കുറയ്ക്കും. അപ്പോൾ ടോട്ടൽ റവന്യൂയോട് കൂടി എത്രയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് അതായിരിക്കും എന്ത്? MR എന്ന് പറയുന്നത്. ആ MRൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. വെൻ കമ്പയർഡ് ടു പ്രൈസ്. പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാർജിനൽ റവന്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് ARൻ്റെ താഴെ MR വരാനുള്ള റീസൺ എന്നാണ് പറയുന്നത്. ഒരു ടാബുലർ റെപ്രസെൻറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം, നേരത്തെ എക്സാമ്പിൾ വെച്ചുകൊണ്ട്. നോക്കുക അടുത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ TR, AR ആൻഡ് MR അണ്ടർ മൊണോപ്പൊളി. ഇവിടെ നോക്കുക, റിലേഷൻഷിപ്പ് 2 പാനലായിട്ട് വരച്ച് നമ്മൾ കാണിക്കുന്നു. വെൻ TR ഇൻക്രീസസ്, ആദ്യത്തെ കർവ് കാണിക്കുന്ന TRനെയാണ്, ഈ കർവ് കാണിക്കുന്ന TR ആണ്. അപ്പോൾ TR ഇൻക്രീസ് ചെയ്ത് പോകൊണ്ടിരിക്കുന്ന സമയത്ത് MR ആൻഡ് TR, AR MR എന്ത് ചെയ്യുന്നു? ഡിക്ലൈൻ ചെയ്യുന്നു. അതാണ് താഴത്തെ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് MR ബിക്കം 0. അങ്ങനെ MR എന്ത് ചെയ്യും? 0ലേക്ക് വരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഈ പോർഷനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ TR ഇൻക്രീസ് ചെയ്യുന്നു, ആ സമയത്ത് ARഉം MRഉം ഡിക്രീസ് ചെയ്യുന്നു, പിന്നീട് MR 0 ആയിട്ട് മാറുന്നു. ദെൻ ആ സമയത്ത് AR ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ വെൻ TR സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്, അങ്ങനെ അത് മാക്സിമത്തിന് ശേഷം TR വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ AR ഡിക്ലൈൻ ചെയ്യുന്നു. എവിടെ MRൻ്റെ കേസിൽ നോക്കിയാൽ അത് നെഗറ്റീവിലേക്ക് പോകുന്നു. MR ബിക്കം നെഗറ്റീവ്. സോ വെൻ TR ഇൻക്രീസസ് MR ആൻഡ് AR ഡിക്ലൈൻസ്. വെൻ TR at its maximum MR becomes 0, AR declines. When TR starts declining MR becomes negative but AR positive. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് നോക്കാം. ARഉം MRഉം ഇലാസ്റ്റിറ്റി. ഇത് നമ്മൾ ഓൾറെഡി മാർജിനൽ കോൺസെപ്റ്റ്സ് എന്നുള്ള മൊഡ്യൂളിനകത്ത് കൃത്യമായിട്ട് പഠിച്ച കാര്യമാണ്. MR is equal to P into 1 minus 1/E. ഓക്കെ, MR is equal to P into 1 minus 1/E. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ MR is equal to പ്രൈസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? AR എന്ന് കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസിന് പകരം AR കൊടുത്തിട്ട് MR is equal to AR into 1 minus 1/E എന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു എംപിരിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് AR ഡിവൈഡഡ് ബൈ AR മൈനസ് MR. പ്രൈസ് ഇലാസ്റ്റിറ്റി കണ്ടെത്താനുള്ള മറ്റൊരു ഇക്വേഷനാണ് ED is equal to AR ഡിവൈഡഡ് ബൈ AR മൈനസ് MR എന്നുള്ള ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് സിമിലർ ടു ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും മൊണോപ്പൊളിയുടെ കേസിലും വരുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ, അതായത് ഇവിടെ പറയുന്നത് ഒരു ഫേം ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേം അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. dπ/dq ഈക്വൽ ടു 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നൊരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ആ സമയത്ത് ക്യൂവിന് വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ക്യൂവിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത് അല്ലേ. ക്യൂവിൻ്റെ വാല്യൂ ഇല്ല എങ്കിൽ അങ്ങനത്തെ ഒരു പോയിന്റ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നൊരു പോയിന്റ് ഇല്ല എന്നുള്ള അർത്ഥം. ഓക്കെ, അടുത്ത് അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? dr/dq ഇസ് ഈക്വൽ ടു dc/dq എന്ന് പറഞ്ഞാൽ MR ഇസ് ഈക്വൽ ടു MC വെച്ചും ചെയ്യാം. MR ഇസ് ഈക്വൽ ടു MC വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യാം, അല്ലെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ കണ്ടെത്താം. സെക്കൻഡ് ഓർഡറിൽ പറയുന്നത് എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ആണ് എങ്കിൽ അടുത്ത പോയിന്റ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആണെങ്കിൽ, അത് താഴത്തേക്ക് പോരുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? ഇത് മാക്സിമത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ച് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയാണ് മാക്സിമ, ലോക്കൽ മിനിമ എന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ ആദ്യം നോക്കി, ക്യൂവിൻ്റെ വാല്യൂ ഉണ്ട്. അതിനുശേഷം വരുന്ന സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ താഴത്തേക്കാണ് പോവുക അല്ലേ. താഴത്തേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പോയിന്റ് മാക്സിമത്തിലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഓർഡർ കണ്ടീഷനിൽ നമ്മൾ ലെസ് ദാൻ 0 എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഇവിടെ റവന്യൂവിൻ്റെ, മാർജിനൽ റവന്യൂവിൻ്റെയും മാർജിനൽ കോസ്റ്റിൻ്റെയും സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് നോക്കാം. മാർജിനൽ റവന്യൂവിൻ്റെ സ്ലോപ്പ് ലെസ് ദാൻ മാർജിനൽ കോസ്റ്റിൻ്റെ സ്ലോപ്പിനേക്കാൾ കുറവായിരിക്കണം റവന്യൂവിൻ്റെ സ്ലോപ്പ്.
അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊണോപ്പൊളിയിലെ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: given the demand curve of the monopolist P is equal to 100 minus 2Q, the cost function of the monopolist is given by C is equal to 50 plus 40Q. Find equilibrium price and quantity. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. തന്നിരിക്കുന്നത് എന്താണ്, ഒരു മൊണോപ്പൊളിസ്റ്റിൻ്റെ ഡിമാൻഡ് കർവിൻ്റെ അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 100 മൈനസ് 2Q. അതേപോലെ തന്നെ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടെത്തണം. ഓക്കെ, നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. എങ്ങനെയാണത്? അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം പ്രോഫിറ്റ് ഫംഗ്ഷൻ എഴുതി വെച്ചു. TR മൈനസ് TC ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. പ്രോഫിറ്റ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ കോസ്റ്റും ഡിമാൻഡ് ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാണണം, ടോട്ടൽ റവന്യൂ കണ്ടെത്തണം. ടോട്ടൽ റവന്യൂ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്, P ഇൻറ്റു Q ചെയ്യണം. P ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 100 മൈനസ് 2Q ആണ്. ഇൻറ്റു Q ചെയ്യുക. അപ്പോൾ 100 ഇൻറ്റു Q 100Q മൈനസ് 2Q ഇൻറ്റു Q 2Q സ്ക്വയർ. അപ്പോൾ TR നമുക്ക് കിട്ടി. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് MR/MC അപ്രോച്ച് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ MR കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്, dTR/dQ. TRനെ വിത്ത് റെസ്പെക്ട് Q കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 100 മൈനസ് 4Q എന്ന് വരും. 100 മൈനസ് 4Q എന്ന് വരും. ഓക്കെ, ഇനി MC കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്, DC/dQ. MC എന്ന് പറഞ്ഞാൽ C നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ഇത്രയാണ് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 പ്ലസ് 40Q. ആ 50 പ്ലസ് 40Qനെ വിത്ത് റെസ്പെക്ട് Q കൊണ്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 40. അപ്പോൾ നമുക്ക് കിട്ടി MR ഈസ് ഈക്വൽ ടു 100 മൈനസ് 4Q ആൻഡ് MC ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, MR ഈസ് ഈക്വൽ ടു MC എന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ MR ഈസ് ഈക്വൽ ടു MC ഇക്വേറ്റ് ചെയ്യുമ്പോൾ MRൻ്റെ സ്ഥാനത്ത് 100 മൈനസ് 4Q, MCയുടെ സ്ഥാനത്ത് 40 എന്ന് കൊടുത്തു. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് Qയുടെ വാല്യൂ എത്ര കിട്ടി, 15 എന്ന് കിട്ടി, 15 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം അല്ലേ. അപ്പോൾ Q എന്നുള്ളൊരു പോയിന്റ് കിട്ടി, അതിൻ്റെ വാല്യൂ 15 എന്ന് കിട്ടി. ഇനി നമ്മളത് മാക്സിമം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ d²R/dQ², അതായത് തന്നിരിക്കുന്ന MRനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ 100 മൈനസ് 4Qനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -4 കിട്ടും. ഇനി d²C/dQ² അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന MCയെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം -4 എന്ന് പറയുന്നത് ഏതിനേക്കാൾ ചെറുതാണ്, 0യേക്കാൾ ചെറുതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം d²R/dQ² ലെസ് ദാൻ d²C/dQ² എന്ന് കിട്ടി. അപ്പോൾ ശരി തന്നെയാണ്, -4 എന്ന് പറയുന്നത് ചെറുതാണ് ഏതിനെ അപേക്ഷിച്ച്, 0യെ അപേക്ഷിച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമത്തിൽ തന്നെയാണ്, പ്രോഫിറ്റ് മാക്സിമം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത സമയത്ത് നമുക്ക് Q is equal to 15 എന്ന് കിട്ടിയില്ല. അപ്പോൾ Q എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റിലെ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 15 ആണ്. ഇനി പ്രോഫിറ്റ് ഈസ് മാക്സിമം വെൻ അറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോഫിറ്റ് ഈസ് മാക്സിമം അറ്റ് Q is equal to 15. പ്രോഫിറ്റ് മാക്സിമം ആവുന്ന എപ്പോഴാണ്, Q 15 ആകുമ്പോഴാണ്. ഇനി ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്, പ്രൈസിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, P is equal to 100 മൈനസ് 2Qയിൽ Qൻ്റെ സ്ഥാനത്ത് 15 കൊടുക്കുക. 2 × 15 30. അപ്പോൾ 100 മൈനസ് 30 ചെയ്യുമ്പോൾ 70 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ്റെ അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റും വേണമെങ്കിൽ കണ്ടെത്താം, അത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The monopolist have the following total cost and total revenue function, that is C is equal to QQ minus 15Q² plus 10Q plus 100. R is equal to 30Q minus Q². Find profit maximizing output, maximum profit, equilibrium price, elasticity of demand at equilibrium level of output. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇലാസ്റ്റിറ്റിയും കൂടി ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത്, ഈ ഒരു ക്വസ്റ്റിനകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു മൊണോപ്പൊളിസ്റ്റിൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ, റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എത്രയെന്ന് അറിയണം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടെത്തണം, ഇക്വിലിബ്രിയം പ്രൈസും കണ്ടെത്തണം അല്ലേ. അതേപോലെ തന്നെ ഇലാസ്റ്റിറ്റിയും കണ്ടെത്തണം. ആ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ എത്രയാണ് നമ്മുടെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്നും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ നോക്കാം, നമുക്ക് ഫസ്റ്റ് ഓർഡർ കണ്ടീഷനിൽ പറയുന്നത് MR is equal to MC എന്ന് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം,
തന്നിരിക്കുന്നതിനെ എം ആർ അല്ലേ എം ആർ കണ്ടെത്തണം dr/dq. ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 30 - 2q ആണ് നമ്മുടെ r എന്ന് പറഞ്ഞിരിക്കുന്നത്. r എന്ന് പറയുന്നത് എത്രയാണ്? 30 - 2q അല്ലേ, സോറി 30q - q² ആണ് നമ്മുടെ r എന്ന് പറയുന്നത്. 30q - q². ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? അതാണ് എം ആർ എന്ന് പറയുന്നത് അല്ലേ. ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് എം ആർ. അപ്പോൾ 30q - q² ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 30q ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ q എന്ന് കിട്ടി, മൈനസ് q² ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2q എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എഴുതി 30 മൈനസ് അല്ലേ 2q. ഇവിടെ 30 മൈനസ് 30q ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 30 എന്നാണ് കിട്ടുക, q അല്ല 30 എന്നാണ് കിട്ടുക. 30 മൈനസ് 2q എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 30 മൈനസ് 2q നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എം സിനെ കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? dc/dq തന്നിരിക്കുന്ന കോസ്റ്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് q കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3q² - 30q + 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഏതാണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ? ഇതാണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ. q³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3q² കിട്ടും, -15q² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -30q എന്ന് കിട്ടും, 10q ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും, 100 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 എന്നായി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്? 3q² - 30q + 10 എന്ന് കിട്ടും. ഇതാണ് എം സി. ഇനി നമ്മുടെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ പ്രകാരം എന്താണ്? എം ആർ = എം സി ആണ്. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ 30 - 2q = 3q² - 30q + 10 എഴുതി. ഇനി ഇത് ഇക്വേറ്റ് ചെയ്തപ്പോൾ സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 3q² - 28q - 20 = 0 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷനിൽ എം ആർ = എം സി ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കണ്ടെത്തണം. അങ്ങനെ ക്യൂവിനൊരു വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളോട് ഫസ്റ്റ് ഓർഡർ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ 3q² - 28q - 20 = 0 എന്നുള്ള ക്വാഡ്രേറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതാണ്. സോൾവ് ചെയ്യാൻ നമുക്ക് ക്വാഡ്രേറ്റിക് ഫോമുല വേണം. അപ്പോൾ ക്വാഡ്രേറ്റിക് ഫോമുല ഉപയോഗിച്ച് നമ്മൾ -b ± √b² - 4ac the whole divided by 2a അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ 28 ± -28² -4 ഇൻറ്റു ഇത് ഇൻറ്റു എന്നാണ് 4 × 3 × -20 ഡിവൈഡഡ് ബൈ 2 × 3. അതെങ്ങനെയാണ് ആ ക്വാഡ്രേറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് നമുക്കറിയാം. ഇവിടെ q² കൂടെ കിടക്കുന്നതാണ് a എന്ന് പറയുന്നത്, ക്യൂവിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന സംഖ്യയാണ്, അതായത് -28 ആണ് b എന്ന് പറയുന്നത്, മൂന്നാമത് വരുന്ന സംഖ്യയാണ് c എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് -20 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഇതിനകത്ത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ b എന്ന് പറയുന്നത് തന്നെ -28 ആണ്, അതിലൂടെ ഒരു മൈനസ് കൂടി എടുക്കുമ്പോൾ +28 ആയി. +4 b² -28² -4 × a എത്രയാണ്? q² കൂടെ 3 ആണ്, അതുകൊണ്ട് 3 എന്ന് എഴുതി. ഇൻറ്റു c എത്രയാണ്? -20 ആണ്. അതേപോലെ 2 × a എന്ന് പറയുന്നത് 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 28 ± -32/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും 28 + 32 ചെയ്യുമ്പോൾ 60, 60/6 ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടി. അതേപോലെ 28 - 32 -4/6 ചെയ്യുമ്പോൾ -2/3 കിട്ടി. അപ്പോൾ നമുക്ക് ക്യൂവിന് രണ്ട് വിലകൾ കിട്ടി, ഒന്ന് 10ഉം ഒന്ന് -2/3. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വില കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കൂടി നമ്മൾ ചെയ്യണം. അതായത് d²r/dq² d²c/dq² എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ റവന്യൂവിൻ്റെ മാർജിനൽ റവന്യൂവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിൻ്റെ സ്ലോപ്പിനേക്കാൾ ചെറുതാവണം. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തു. എം ആർ നമുക്ക് കിട്ടിയ നേരത്തെ എം ആർ എന്ന് പറയുന്നത് എത്രയാണ്? 30 - 2q ആണ്. അതിനെ വീണ്ടും അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എത്ര കിട്ടി? -2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ -2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എം സി = 3q² - എം ആർ കിട്ടി. എം സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയെന്ന് എത്രയായിരുന്നു? 3q² - 30q + 10 ആണ്. ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 3q² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6q എന്ന് കിട്ടി, -30q ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടി. 10 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പോൾ 6q - 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 6q - 30 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയ ഉത്തരത്തിൽ എന്ത് ചെയ്യണം? ക്യൂവിൻ്റെ സ്ഥാനത്ത് ആദ്യം 10 കൊടുക്കുക. സോ വെൻ q = 10, 6 × 10 - 30 ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടി. 6 × 10 60, 60 - 30 ചെയ്യുമ്പോൾ 30 കിട്ടി അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? -2 വലുതാണ് അല്ലേ.
-2 വലുതാണ് ഏത് ഈ 30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. അതേപോലെ തന്നെ വെൻ Q is equal to -2/3 -2/3 ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ 6Q - 30യിൽ ക്യൂവിൻ്റെ സ്ഥാനത്ത് -2/3 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? -34. ഇങ്ങനെ നോക്കുന്ന സമയത്ത് -34 എന്താണ്? ചെറുതാണ്. -2 ചെറുതാണ് -34. അപ്പോൾ നമുക്ക് പറയാം ഈ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് -34 വരുന്ന കേസിൽ എന്തല്ല, മാക്സിമം അല്ല. കാരണം എന്താണ്? മിനിമത്തിൻ്റെ കേസിലേക്കാണ് പോകുന്നത്. ആദ്യം ചെയ്ത കേസിൽ എന്താണ്? അവിടെ കറക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നമുക്ക് 30 കിട്ടിയിട്ടുണ്ട്. MC-യുടെ സ്ലോപ്പ് വലുതും MR-ൻ്റെ സ്ലോപ്പ് ചെറുതുമാണ്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം വെൻ Q is equal to 10 the firm will maximize the profit. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 10 ആവുന്ന സമയത്താണ് മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. കാരണം അപ്പോഴേ കണ്ടീഷൻ ശരിയാവുള്ളൂ. -2 വലുതാണ് 30 എന്ന് പറയുന്നത്. അതുകൊണ്ട് MR-ൻ്റെ സ്ലോപ്പ് ചെറുതാണ് ഇതിനെ അപേക്ഷിച്ച്, MC-യുടെ സ്ലോപ്പിനെ അപേക്ഷിച്ച്. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ മാക്സിമത്തിലെത്തുന്നത്. ഇനി മാക്സിമം പ്രോഫിറ്റ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു TR - TC. TR എത്രയാണ്? 30Q - Q² മൈനസ് TC നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? Q³ - 15Q² + 10Q + 100. ഇനി ഇതിൽ നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് 30Qയിൽ നിന്നും ഇവിടെ നമുക്ക് 10Q കുറച്ചു, ബാക്കി 20Q അല്ലേ. ഇനി ഇവിടെ -Q² -15Q² ചെയ്യുമ്പോൾ നമുക്ക് +14Q² കിട്ടും. ദെൻ ബാക്കിയുള്ളത് മൈനസ് ഇൻറ്റു Q³ -Q³ കിട്ടി. ദെൻ മൈനസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ -100 കിട്ടി. ഇനി ഇതിൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യുക? ക്യൂവിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 10 എന്നുള്ള നമ്പർ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 700 എന്ന് ആൻസർ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 700 ആണ്. ഇനി നമുക്ക് അടുത്ത കണ്ടെത്തേണ്ടത് എന്താണ്? ഈക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്തണം. ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ MR is equal to MC ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൈസ് അല്ലെങ്കിൽ AR എത്രയാണ്? അതന്നെയാണ് പ്രൈസ് is equal to AR ആണ് നമുക്കറിയാം. അപ്പോൾ AR കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? TR/Q. ടോട്ടൽ റവന്യൂയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AR കിട്ടും. അപ്പോൾ TR എത്രയാണ്? 30Q - Q² ആണ്. അതിനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 30Qനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. Q² Q കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ Q എന്ന് കിട്ടും. അപ്പോൾ 30 - Q എന്നായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യൂവിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ അങ്ങ് കൊടുക്കുക. വെൻ Q is equal to 10 30 - 10 എന്ന് പറയുമ്പോൾ 20 എന്ന് കിട്ടി. അപ്പോൾ പ്രൈസ് എത്രയാണ്? 20 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? നമുക്ക് അടുത്ത കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമ്മൾ കണ്ടെത്തി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇലാസ്റ്റിറ്റി കണ്ടെത്തണം. ഇലാസ്റ്റിറ്റി കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ED is equal to AR divided by AR minus MR എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പഠിച്ചു. ആ റിലേഷൻഷിപ്പ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ MR കണ്ടെത്തണം നമ്മൾ. അപ്പോൾ MR കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? 30 - 2Q ആണ് MR എന്ന് പറയുന്നത്. അപ്പോൾ Qൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുന്ന സമയത്ത് എത്ര വരും? 30 - 2 × 10 എത്ര കിട്ടി? 10. അപ്പോൾ MR 10 കിട്ടി. AR നമുക്ക് 20 എന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AR ഡിവൈഡഡ് ബൈ AR എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ AR മൈനസ് AR എത്ര? 20 മൈനസ് MR എത്രയാണ്? 10. അപ്പോൾ 20 - 20 - 10 ചെയ്യുമ്പോൾ 10. അപ്പോൾ 20/10 ചെയ്യുമ്പോൾ 2. അപ്പോൾ നമ്മൾ അതുവഴി ഇലാസ്റ്റിറ്റിയും കണ്ടെത്തി. ഇലാസ്റ്റിറ്റി എത്രയാണ്? 2 എന്ന് നമുക്ക് ലഭിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ മൊണോപ്പൊളിസ്റ്റ് ഹാവ് ദി ഫോളോയിങ് ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ, ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ തന്നു. എന്നിട്ട് നമ്മളോട് എന്തൊക്കെ കണ്ടെത്താൻ പറഞ്ഞു? പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ക്യൂവിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞു. നമ്മൾ കണ്ടെത്തി. മാക്സിമം പ്രോഫിറ്റ് കണ്ടെത്താൻ പറഞ്ഞു, കണ്ടെത്തി. ഇക്വിലിബ്രിയം പ്രൈസ് AR നമ്മൾ കണ്ടെത്തി അല്ലേ? പ്രൈസ് തന്നെയാണ് ARന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് കണ്ടെത്തി. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ കണ്ടെത്തി. നമുക്ക് 2 എന്നാണ് വാല്യൂ കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അറ്റ് ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം പ്രൈസ് ഇലാസ്റ്റിറ്റി ഈസ് 2 ആൻഡ് മാർജിനൽ കോസ്റ്റ് ഈസ് 4. കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം പ്രൈസ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് ആവുന്ന സമയത്ത് ഇലാസ്റ്റിറ്റി 2 ആണ്, മാർജിനൽ കോസ്റ്റ് MC എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തേത്. ഇലാസ്റ്റിറ്റി 2 ആണ്, MC 4 ആണ്. MR is equal to MC ആവുന്ന സമയത്താണ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. അതാണല്ലോ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ നോക്കി, MR എന്ന് പറയുന്നത് MRും പ്രൈസ് ഇലാസ്റ്റിറ്റിയും അതുപോലെ തന്നെ AR ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചാണ്. ഇതിൽ MR നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? MR is equal to MC ആവുന്ന സമയത്താണ് ഇക്വിലിബ്രിയം ആവുന്നത് നമുക്കറിയാം. ആ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലെ മാർജിനൽ കോസ്റ്റ് 4 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ MR എത്ര തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. ഓക്കെ, പറയുന്ന സെൻസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് അറ്റ് എ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
MR = MC ആണ്. അതിൽ MC നമുക്ക് 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ MR എത്ര തന്നെയായിരിക്കും? 4 തന്നെയാണ്. അപ്പോൾ നമ്മുടെ എഴുതി MRൻ്റെ പകരം 4 എന്ന് എഴുതി. P × 1 - 1/E. ഇക്ക് പകരം എന്ത് ചെയ്തു? ഇലാസ്റ്റിറ്റി തന്നിട്ടുണ്ട് 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 4 = P × 1/2. അതിൽ നിന്ന് P മാത്രം നിർത്തിയിട്ട് 1/2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ വരും അല്ലേ? അതിൻ്റെ വ്യുൽക്രമം വരും. അപ്പോൾ 4 × 2/1. 4 × 2 8. 8/1 = 8. അപ്പോൾ നമുക്ക് കിട്ടി പ്രൈസ് = 8 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഇക്വിലിബ്രിയം പ്രൈസ് 8 ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അറ്റ് ദി പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞതുകൊണ്ടാണ് MR = MC. MC തന്നിട്ടുണ്ട് 4. അതിൽ നിന്ന് നമ്മൾ MR 4 ആണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മോണോപ്പൊളി ഫേം ഫേസസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. If its corresponding MR = 10, find price when demand elasticity with respect to price = 2. ഒന്നുമല്ല, ഒരു മോണോപ്പൊളി ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറയുന്നു. അതിൻ്റെ MR എന്ന് പറയുന്നത് 10 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി 2 എന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ടെത്തേണ്ട കാര്യം എന്താണ്? ഫൈൻഡ് എ പ്രൈസ് വെൻ ഡിമാൻഡ് ഇലാസ്റ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് = 2. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രൈസ് തന്നെയാണ് കണ്ടെത്തേണ്ടത്. നേരത്തെ ചെയ്ത പോലത്തെ സെയിം ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. MRും പ്രൈസും ഇലാസ്റ്റിറ്റി തമ്മിലുള്ള ഇക്വേഷൻ, ആ ഒരു ബന്ധം കാണിക്കുന്ന ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. MR = P × 1 - 1/E. MR എത്രയാണ്? 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10 എന്ന് കൊടുത്തു. P × 1 - 1/E എത്രയാണ്? 2. 1/2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? P = 10 × 2 20 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനനുസരിച്ച് നമ്മളത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അടുത്ത ഒരു കേസിലേക്ക് പോവുകയാണ്. ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി. എന്താണ് ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി എന്ന് പറയുന്നത്? ഡിസ്ക്രിമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിവേചനം കാണിക്കുക, വേർതിരിവ് കാണിക്കുക. എന്തിൻ്റെ കേസിലാണ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്? പ്രൈസിൻ്റെ കാര്യത്തിൽ പ്രൈസിൻ്റെ കേസിലാണ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഒരു മൊണോപ്പൊളിസ്റ്റിന് മാത്രമാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നോക്കാം. Price discrimination refers to the practice of charging different price for the same product from different customers. അതായത് ഒരേ പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളത് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. എ സെല്ലർ മേക്സ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബയേഴ്സ് വെൻ ഇറ്റ് ഈസ് ബോത്ത് പോസിബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ഫോർ ഹിം ടു ഡു സോ. So price discrimination is profitable only if the elasticity of demand in one market is different from elasticity of demand in another market. So price discrimination is not possible under perfect competition. അപ്പോൾ എന്താണ്? ഒരു സെല്ലർ അയാൾക്ക് ലാഭം ഉണ്ടാകുന്ന കേസുകളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത്. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷനും പ്രൈസ് ഇലാസ്റ്റിറ്റിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രൈസ് ഇലാസ്റ്റിറ്റി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പ്രൈസ് ഈടാക്കുകയും പ്രൈസ് ഇലാസ്റ്റിറ്റി കൂടിയ സ്ഥലത്ത് പ്രൈസ് ഇലാസ്റ്റിറ്റി കുറഞ്ഞ സ്ഥലത്ത് കൂടിയ പ്രൈസും പ്രൈസ് ഇലാസ്റ്റിറ്റി കൂടിയ സ്ഥലത്ത് കുറഞ്ഞ പ്രൈസുമാണ് ഈടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ഡിമാൻഡാണ് സങ്കല്പിക്കുക. ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ് സങ്കല്പിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു കമ്മോഡിറ്റീൻ്റെ വിലയിൽ വർധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങളത് കൂടുതൽ വാങ്ങിക്കാതെ പ്രതികരിക്കും അല്ലേ? ആ കമ്മോഡിറ്റി പിന്നീട് വാങ്ങിക്കുന്നതിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കും. അതായത് ജനങ്ങൾ ഇതിനോട് നന്നായിട്ട് പ്രതികരിക്കും എന്നർത്ഥം അല്ലേ? അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉയർന്ന വില ഈടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഇലാസ്റ്റിക് മാർക്കറ്റിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉയർന്ന വില ഈടാക്കാൻ സാധിക്കില്ല. ഇൻ ദ കേസ് ഓഫ് ലെസ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇനിലാസ്റ്റിക്കിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? വിലയിലുണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അത്രത്തോളം സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര പ്രൈസ് ആണെങ്കിലും എന്ത് ചെയ്യും? അത് വാങ്ങിച്ചുകൊള്ളും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഇനിലാസ്റ്റിക് ഡിമാൻഡ് കേസ് വരുന്ന കേസിലാണ് അല്ലെങ്കിൽ അത്തരം മാർക്കറ്റിലാണ് നമുക്ക് കൂടുതലായിട്ട് വില ഈടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കീഴിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരത്തിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
ഒരു കമ്മോഡിറ്റിക്ക് തന്നെ വ്യത്യസ്ത ആളുകളിൽ നിന്നും വ്യത്യസ്ത പ്രൈസ് ഈടാക്കുന്നത്. അത് ഒരു മാർക്കറ്റിലല്ല ഈടാക്കുന്നത്, അദ്ദേഹം മാർക്കറ്റിനെ സബ് ഡിവൈഡ് ചെയ്യണം. പല ലൊക്കാലിറ്റിയിൽ അദ്ദേഹത്തിന് ആ മാർക്കറ്റിൻ്റെ ബ്രാഞ്ചസ് വേണം. എന്നിട്ട് ഓരോ ബ്രാഞ്ചിലും സെയിം കമ്മോഡിറ്റിക്ക് അവിടുത്തെ ജനങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ഇലാസിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യത്യസ്ത വിലകൾ ഈടാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ മാക്സിമം റവന്യൂ നേടുകയും കൂടുതൽ പ്രോഫിറ്റ് നേടുകയും അതേപോലെ തന്നെ സെയിൽസ് മാക്സിമൈസ് ചെയ്യുകയുമാണ് ഒരു മൊണോപ്പൊളിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു വന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ അല്ല. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആയിട്ടുള്ളത് എവിടെ മാത്രമാണ്? മൊണോപ്പൊളിയുടെ കേസിൽ മാത്രമാണ്. സോ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. എന്തെല്ലാമാണ് നെസസറി കണ്ടീഷൻസ് ഫോർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? ഒന്ന്, മൊണോപ്പൊളി പവർ അല്ലെങ്കിൽ സം ഡിഗ്രി ഓഫ് മാർക്കറ്റ് പവർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഡിറ്റർമൈൻ ഓൺ പ്രൈസ്, സ്വന്തം കമ്മോഡിറ്റിയുടെ വില തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വില കുറച്ച് വില ഈടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റ് പവർ വേണം, അല്ലെങ്കിൽ മൊണോപ്പൊളി പവർ വേണം. ഒന്ന്. രണ്ട്, സെപ്പറേറ്റ് മാർക്കറ്റ്. ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ 2 പ്രൈസ് ഈടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം പെട്ടെന്ന് പൂട്ടിപ്പോവും, അല്ലേ? അയാൾക്ക് കുറഞ്ഞ റേറ്റിലും ഇയാൾക്ക് കൂടുതൽ റേറ്റിലും കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ എന്ത് ചെയ്യുക? സബ് മാർക്കറ്റുകൾ വേണം, അല്ലെങ്കിൽ മാർക്കറ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യണം. ഇപ്പോൾ കേരളത്തിലൊരു മാർക്കറ്റ്, അവരുടെ സെയിം മാർക്കറ്റ് കർണാടകയിൽ അല്ലെങ്കിൽ തമിഴ്നാടുണ്ട്. അപ്പോൾ കേരളത്തിലൊരു പ്രൈസ്, തമിഴ്നാട് വേറൊരു പ്രൈസ്, കർണാടകയിൽ വേറൊരു പ്രൈസ്. അങ്ങനെയാകുമ്പോൾ എന്താണ്, കുഴപ്പമില്ല, അല്ലേ? ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസിൽ അതേ രീതിയിൽ മാർക്കറ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യണം. ദെൻ ഡിഫറെൻറ്റ് പ്രൈസ് ലാസിറ്റീസ്. ഡിഫറെൻറ്റ് മാർക്കിൽ ഡിഫറെൻറ്റ് പ്രൈസ് ലാസിറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ തമിഴ്നാട് ചെന്നൈയിലാണ് എങ്കിൽ അവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണെന്ന് സങ്കല്പിക്കുക, എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ വില ഈടാക്കാം. കർണാടകയിൽ നോക്കുന്ന സമയത്ത് അവിടെ ഇലാസ്റ്റിക് ഡിമാൻഡാണ്, ആളുകൾ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ കർണാടകയിൽ കുറഞ്ഞ വില ഈടാക്കുകയും ചെന്നൈയിൽ തമിഴ്നാട് കൂടുതൽ വില ഈടാക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇലാസിറ്റിയും പ്രൈസും തമ്മിൽ കണക്ഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നോക്കുക, E1 ഗ്രേറ്റർ ദാൻ E2. ഇലാസിറ്റി ഓഫ് മാർക്കറ്റ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഇലാസിറ്റി ഓഫ് 2. മാർക്കറ്റ് 1 ഇലാസിറ്റി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? പ്രൈസ് കുറഞ്ഞ പ്രൈസ് ഈടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് P1 ലെസ് ദാൻ P2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇലാസിറ്റി ഓഫ് മാർക്കറ്റ് ഈസ് ലെസ് ദാൻ, അല്ലേ? ഇലാസിറ്റി ഓഫ് മാർക്കറ്റ് കുറവാണ്, മാർക്കറ്റ് 2ലുള്ളത് ഇലാസിറ്റി കുറവാണ്, മാർക്കറ്റ് 1ലുള്ള ഇലാസിറ്റി കൂടുതലാണ് എങ്കിൽ കൂടുതൽ ഇലാസിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ കുറഞ്ഞ പ്രൈസും കുറഞ്ഞ ഇലാസിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ കൂടുതൽ പ്രൈസും. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഇലാസിറ്റിയും അതുപോലെ തന്നെ പ്രൈസും തമ്മിലുള്ളത്. അത് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ തേർഡ് കേസ് നോക്കുക. രണ്ടാമത്തെ കേസിൽ E1 ലെസ് ദാൻ E2. അവിടെ ഫസ്റ്റ് മാർക്കറ്റിൽ ഇലാസിറ്റി കുറവാണ്, സെക്കൻഡ് മാർക്കറ്റിൽ ഇലാസിറ്റി കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാർക്കറ്റിൽ ഇലാസിറ്റി കുറവായതുകൊണ്ട് അവിടെ കൂടുതൽ പ്രൈസ് ഈടാക്കാം. P1 ഗ്രേറ്റർ ദാൻ P2. മൂന്നാമത്തെ കേസിൽ നോക്കുക, 2 സബ് മാർക്കറ്റിലെയും ഇലാസിറ്റീസ് സെയിം ആണെന്നാണ് പറയുന്നത്. E1 ഈസ് ഈക്വൽ ടു E2. അങ്ങനെയാണെങ്കിൽ P1 ഈസ് ഈക്വൽ ടു P2 ആയിട്ട് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കേസിൽ 2 മാർക്കറ്റിലും സെയിം ഇലാസിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് 2 മാർക്കറ്റിലെയും ഇലാസിറ്റീസ് ഡിഫറൻ്റ് ആയിരിക്കണം, സെയിം ആവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ? ഒന്ന് പേഴ്സണൽ, 2 ലോക്കൽ, 3 അക്കോർഡിംഗ് ടു യൂസ് ഓർ ട്രേഡ്. ഒന്ന് പേഴ്സണലിൻ്റെ കാര്യത്തിൽ പറയുന്നത് ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺസ്. പല വ്യക്തികളിൽ നിന്നും പല വിലകൾ ഈടാക്കുന്നു, വ്യക്തികൾക്കനുസരിച്ചിട്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്നു. ഓക്കെ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് കുറഞ്ഞ പ്രൈസും നമ്മളറിയാത്ത ഒരു ഡിഫറെൻ്റ് ആളാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൈസ് ഈടാക്കുന്നു. അങ്ങനെ ഒരു ഡിഫറൻസ്, അതാണ് പേഴ്സണൽ, അക്കോർഡിംഗ് ടു പേഴ്സൺ. 2 ലോക്കൽ, അതായത് ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയയിലാണെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കുക. സോ ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ലൊക്കാലിറ്റീസ് ഓർ പ്ലേസസ്. ഇപ്പോൾ ടൗണിലാണെങ്കിൽ ഹൈ പ്രൈസ് ഈടാക്കും, റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറഞ്ഞ പ്രൈസ് ഈടാക്കും. ആ ഒരു ഡിഫറൻസ്, അതാണ് ലോക്കൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് അക്കോർഡിംഗ് ടു യൂസ് ഓർ ട്രേഡ്. അക്കോർഡിംഗ് ടു യൂസ് ഓർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസസിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഡൊമസ്റ്റിക് യൂസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു. അപ്പോൾ യൂസിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ പ്രൈസ് ഈടാക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡൊമസ്റ്റിക് യൂസിന് ഹൈ പ്രൈസും കൊമേഴ്ഷ്യൽ യൂസിന് ലോ പ്രൈസ് ഈടാക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഡിഗ്രീസ്, നമുക്ക് പ്രധാനമായിട്ട് 3 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണുള്ളത്. ഒന്ന് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അതിനെ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന പേരിലും അറിയപ്പെടും. എന്താണ് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒരു കമ്മോഡിറ്റി യൂണിറ്റിന് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള മുഴുവൻ എമൗണ്ടും വാങ്ങിച്ചെടുക്കുക, അല്ലെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് മുഴുവനായിട്ടും എടുക്കുക എന്നുള്ളതാണ് ഈ
പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാളൊരു കമ്മോഡിറ്റി കണ്ടു, അയാൾ ഒരു കമ്മോഡിറ്റീൻ്റെ ഒരു യൂണിറ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഒരു യൂണിറ്റ് വാങ്ങിക്കാൻ അദ്ദേഹം 150 രൂപ വരെ കൊടുക്കാൻ റെഡിയായി. അങ്ങനെയാണെങ്കിൽ 150 രൂപയും എന്ത് ചെയ്യുന്നു, ഈ സെല്ലർ വാങ്ങിച്ചെടുക്കുക. ഓക്കെ, അതാണ് ഈ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ കേസിൽ വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, മാക്സിമം പോസിബിൾ പ്രൈസ് ഒരാളിൽ നിന്ന് ഈടാക്കുക ഓരോ യൂണിറ്റിനും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു യൂണിറ്റ് 150 രൂപ വരെ കൊടുക്കാൻ റെഡിയാണ് അല്ലേ. അപ്പോൾ 150 രൂപ കൊടുത്തിട്ട് ആ ഒരു യൂണിറ്റ് വാങ്ങും. രണ്ടാമത്തെ യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ അയാൾ 150 രൂപ കൊടുക്കാൻ റെഡി ആവില്ല. പറയാം 140 ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അങ്ങനെയാണെങ്കിൽ ഓക്കെ 140. അപ്പോൾ അയാൾ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ഓരോ യൂണിറ്റിനും ഒരു കൺസ്യൂമർ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള അത്രയും എമൗണ്ട് നമ്മൾ വാങ്ങിച്ചെടുക്കും, ഒരു ഡിസ്കൗണ്ടും കൊടുക്കാതെ. അതാണെന്ത് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇവിടെ കൺസ്യൂമർ സർപ്ലസ് മുഴുവനായിട്ട് നമ്മൾ ഊറ്റിയെടുക്കുന്നു എന്നാണ് പറയാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറി, ഒരു സാധനം കണ്ടപ്പോൾ നമ്മളൊരു 150 രൂപയ്ക്ക് ആണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഒരു സെല്ലറിൻ്റെ അടുത്ത് വില ചോദിക്കുന്ന സമയത്ത് സെല്ലർ പറയുന്നു 120 രൂപയാണ്. അപ്പോൾ നമ്മൾ 120 കൊടുത്ത് വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ ഒരു 30 രൂപയുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയുക, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാം. ഓക്കെ, ആ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടാവില്ല ഇതിൻ്റെ കേസിൽ ഈ ഒരു ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. കാരണം നമ്മൾ എത്രയാണോ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത് ആ മാക്സിമം പൈസ എന്ത് ചെയ്യുന്നു, സെല്ലർ വാങ്ങിച്ചെടുക്കും. അതാണ് ഇവിടെ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ യൂണിറ്റിനും നമ്മൾ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള മാക്സിമം പ്രൈസാണ് ഈടാക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു യൂണിറ്റ് ആണെങ്കിൽ 150 രൂപയ്ക്ക്, രണ്ടാമത്തെ ഒരു യൂണിറ്റ് കൂടി വാങ്ങുകയാണെങ്കിൽ 140 രൂപയ്ക്ക്, മൂന്നാമത്തെ വാങ്ങുകയാണെങ്കിൽ 135 രൂപയ്ക്ക്, അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റ് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അയാൾ കൊടുക്കാൻ റെഡി ആയിട്ടില്ല വില്ലിംഗ് ആയിട്ടുള്ള മാക്സിമം പ്രൈസ് ഈടാക്കുന്ന ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മളത് പറയുന്നത് പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അഥവാ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. നോക്കുക, ഇറ്റ് ഒക്കേഴ്സ് വെൻ എ കമ്പനി ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് കൺസ്യൂമർ സച്ച് എസ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ഓൺ ബൾക്ക് പർച്ചേസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ വില ഈടാക്കുക, കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, നമുക്ക് ഡിസ്കൗണ്ടുകൾ തരിക, ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വില കുറച്ച് തരിക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. നമ്മൾ 1-2 യൂണിറ്റ് വാങ്ങുകയാണെങ്കിൽ കൂടുതൽ അല്ലേ, കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പ്രൈസ് കുറച്ച് തരും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ഇനി എൻ്റെ എക്സാമ്പിൾസ് നോക്കുക. കൂപ്പണുകൾ തരും, നമുക്ക് കൂപ്പണുകൾ തന്നിട്ട് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂപ്പണുകൾ തരും. അല്ലെങ്കിൽ ലോയാലിറ്റി കാർഡ്, നമ്മൾ ട്രെൻഡ്സിലാണെങ്കിലും അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ലോയാലിറ്റി കാർഡ് കിട്ടും. അത് വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കൗണ്ടുകൾ തരും. അതേപോലെ തന്നെ നമ്മൾ ബൈ 2 get 1 ഫ്രീ, 2 വാങ്ങിച്ചാൽ 1 ഫ്രീ, ആ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ 1 വാങ്ങിച്ചാൽ ചിലപ്പോൾ നമ്മളൊരു ടീഷർട്ട് വാങ്ങിച്ച് 250 രൂപ കൊടുക്കേണ്ടി വരും. നമ്മൾ 2 ടീഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടീഷർട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ കൺസ്യൂമേഴ്സിനെ കൊണ്ട് കൂടുതൽ വാങ്ങിപ്പിക്കുക അല്ലേ. ബൾക്ക് ബൈ, അപ്പോൾ കൂടുതൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസ്കൗണ്ടുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ റേറ്റുകൾ കുറച്ച് കൊടുക്കുക. ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇവിടെ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഒക്കേഴ്സ് വെൻ എ കമ്പനി ചാർജസ് ഡിഫറെൻറ്റ് പ്രൈസ് ടു ഡിഫറെൻറ്റ് കൺസ്യൂമർ ഗ്രൂപ്പ്സ്. ഡിഫറെൻറ്റ് കൺസ്യൂമർ ഗ്രൂപ്പ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസുകൾ സെയിം കമ്മോഡിറ്റിക്ക് ഈടാക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിനിമ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് തിയേറ്ററിൽ അഡൾട്ട്സിന് ഒരു റേറ്റ്, ചിൽഡ്രൻസിന് അല്ലെ 5 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ ടിക്കറ്റ് റേറ്റ് ഇല്ല, 5 വയസ്സിന് മുകളിലാണെങ്കിൽ ഹാഫ് ടിക്കറ്റ് അല്ലേ. ഇപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ അത്തരത്തിലുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ടോട്ടൽ കൺസ്യൂമേഴ്സിന് 3-4 കാറ്റഗറി ആയിട്ട് അതിൽ നിന്നും ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുക. ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു റേറ്റ്, അഡൾട്ടിന് വേറെ റേറ്റ് ആയിരിക്കും. അതേ രീതിയിലാണ് നമ്മൾ ഇവിടെ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ കൺസ്യൂമർ സർപ്ലസ് അത്രത്തോളം എടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാക്സിമം കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ട് അല്ല ഇവിടെ എടുക്കുന്നത്, കുറച്ച് പല രീതിയിലാണ് ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ മുഴുവൻ കൺസ്യൂമർ സർപ്ലസും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അഡ്വാൻറ്റേജിൽ പറയുന്നത് ഇങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് മൊണോപ്പൊളിസ്റ്റ് അല്ലെങ്കിൽ മൊണോപ്പൊളി ഫേമാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്സ് ഫോർ ദി ഫേമിൻ്റെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നു. മാക്സിമൈസേഷൻ ഓഫ് ടോട്ടൽ റവന്യൂ മാക്സിമൈസ് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ടോട്ടൽ റവന്യൂ മാക്സിമൈസ് ചെയ്യുന്നത്,
ഇങ്ങനെ 2 3 മാർക്കറ്റുകൾ ഉണ്ട് എങ്കിൽ, ഒരുപാട് സബ് മാർക്കറ്റുകളുണ്ട്, 2 മാർക്കറ്റല്ല, ചിലപ്പോൾ 4 5 10 ഒക്കെ ഉണ്ടാവും. അത്രയും സബ് മാർക്കറ്റുകളിൽ ഇതേപോലെ അവരുടെ നേച്ചർ അനുസരിച്ച്, ഇലാസ്റ്റിറ്റിയുടെ നേച്ചർ അനുസരിച്ച് വില കൂട്ടിയും കുറച്ചൊക്കെ വിറ്റത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. അടുത്തൊന്ന്, സം കൺസ്യൂമേഴ്സ് മേ ബെനിഫിറ്റ് ഫ്രം ലോവർ പ്രൈസസ്. ചില ഏരിയയിൽ ലോവർ പ്രൈസാണ് ഈടാക്കുക. ആ ലോവർ പ്രൈസ് ആണെങ്കിൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂ ടു ഹയർ പ്രോഫിറ്റ്. ഇങ്ങനെ കൂടുതൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഹ്യൂജ് പ്രോഫിറ്റ് ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, വീണ്ടും പുതിയ പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങും, പ്രൊഡക്ഷൻ നടത്തും, അങ്ങനെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. മറ്റൊന്ന്, ലോസ് മേക്കിംഗ് ഫേം ടേൺഡ് ഇൻ ടു പ്രോഫിറ്റ് മേക്കിംഗ് വൺ. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിയാണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി കൂടിയാണ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് വലിയ സെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയായിരുന്നു, അത് 2 ഔട്ട്ലെറ്റ് ഇട്ടിട്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവർ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്ത വഴി എന്ത് സംഭവിക്കുന്നു, അവർക്ക് റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ സാധിച്ചു, സെയിൽസ് കൂടി, അല്ലേ? അങ്ങനെ ഒരു ലോസ് മേക്കിംഗ് കമ്പനി അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ഫേം എന്നുള്ള സ്റ്റാറ്റസിൽ നിന്നും അവരെന്ത് ചെയ്തു, പ്രോഫിറ്റ് മേക്കിംഗ് സ്റ്റാറ്റസിലേക്ക് മാറി. ദെൻ ഇൻക്രീസ്ഡ് കൺസ്യൂമർ സർപ്ലസ് ഡ്യൂ ടു ലോവർ പ്രൈസ്. ചില ഏരിയയിൽ പറഞ്ഞു ലോവർ പ്രൈസാണ് ഈടാക്കുക, അങ്ങനെ ലോവർ പ്രൈസ് ആണെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് കൂടും. ചില ആളുകൾക്ക് ഹാപ്പിനെസ്, അവർ 50 രൂപ കൊടുക്കാൻ റെഡി ആയിരുന്നു, അവർക്ക് 20 രൂപയ്ക്ക് സാധനം കിട്ടുന്നുണ്ട്. സോ ദേ ആർ ഹാപ്പി. സോ ദാറ്റ് ഈസ് ദി കൺസ്യൂമർ സർപ്ലസ്. ഇനി എന്തെല്ലാം ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്? സം കൺസ്യൂമേഴ്സ് പേ ഹയർ പ്രൈസസ്. ചില കൺസ്യൂമേഴ്സിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരികയാണ്. സെയിം പ്രൊഡക്റ്റ് ആണ്, അല്ലേ? പല ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് ചില സമയത്ത് കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നു, അതൊരു പ്രശ്നമാണ്. ഡിക്ലൈൻ ഇൻ കൺസ്യൂമർ സർപ്ലസ്. നമ്മൾ പറഞ്ഞ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമ്മൾ എൻറ്റയർ കൺസ്യൂമർ സർപ്ലസും ആ സെല്ലർ വാങ്ങിച്ചു കൊണ്ടുപോകും, അല്ലേ? അതാണ് മറ്റൊരു പ്രശ്നം, ഡിക്ലൈൻ ഇൻ കൺസ്യൂമർ സർപ്ലസ്. അടുത്തത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഓഫ് ഹാവിങ് ഡിഫറെൻറ്റ് പ്രൈസിങ് ലെവൽസ്. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സബ് മാർക്കറ്റ് ഉണ്ട്, അവിടെ ഡിഫറെൻറ്റ് പ്രൈസാണ് ഈടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ചില അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വരും, അതൊരു പ്രശ്നമാണ്. ദെൻ കസ്റ്റമർ മേ സ്വിച്ച് ടു ലോവർ പ്രൈസ്ഡ് മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ ചില മാർക്കറ്റിൽ വളരെ ഉയർന്ന വില ഈടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ മാർക്കറ്റ് സ്വിച്ച് ചെയ്യും. ഈ മാർക്കറ്റിൽ നിന്നും വാങ്ങാതെ അതിൻ്റെ, നമ്മൾ പറയും, നമ്മുടെ കൊച്ചിയിലുള്ള ഷോറൂമിൽ നിന്ന് വാങ്ങാതെ തിരുവനന്തപുരത്തുള്ള ഷോറൂമിൽ പോയി വാങ്ങിക്കും ആളുകൾ, വലിയ രീതിയിൽ വിലയിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാം. മറ്റൊന്ന്, പ്രിഡേറ്ററി പ്രൈസിംഗ് ആണ്. പ്രിഡേറ്ററി പ്രൈസ് എന്ന് പറഞ്ഞാൽ ചില മാർക്കറ്റിൽ എന്ത് ചെയ്യും, അവർ കുറഞ്ഞ വില ഈടാക്കും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ലോ പ്രൈസ് ചാർജ് ചെയ്യുക, മറ്റ് ഫേമുകൾ നമ്മുടെ മാർക്കറ്റിനകത്തേക്ക് കടന്നു വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പ്രൈസിൽ വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ മറ്റു ആളുകളെ തടസ്സപ്പെടുത്തുന്നു, അതൊരു പ്രശ്നമാണ്. നമുക്കത് ബെനിഫിറ്റ് ആയിട്ടും ഡിസഡ്വാൻറ്റേജസ് ആയിട്ടൊക്കെ നമുക്ക് പറയാം. ടു ഡ്രൈവ് ഔട്ട് റൈവൽസ്. ബ്ലാക്ക് മാർക്കറ്റ്. ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം വാങ്ങിച്ചിട്ട് ഉയർന്ന വിലയ്ക്ക്, അല്ലേ, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക. അതേപോലത്തെ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു 2 മാർക്കറ്റിലും 2 ഇലാസിറ്റി ആവും. അപ്പോൾ ഒരു മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്കും അടുത്ത മാർക്കറ്റിൽ കൂടുതൽ വിലയ്ക്കാണ് വിൽക്കുക. അപ്പോൾ പല ആളുകൾ എന്ത് ചെയ്യും, ഈ കുറഞ്ഞ മാർക്കറ്റിൽ നിന്നും വില കുറഞ്ഞ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബ്ലാക്ക് മാർക്കറ്റ് വഴി കൂടിയ വിലയ്ക്ക് വിൽക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇനി ഇക്വിലിബ്രിയം അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷനിലെ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് 2 സബ് മാർക്കറ്റ് ഉണ്ട്, സബ് മാർക്കറ്റ് എ, സബ് മാർക്കറ്റ് ബി. സബ് മാർക്കറ്റ് എൻ്റെ കേസ് നോക്കുക, ഇവിടെ എന്താണ്, ഇൻഇലാസ്റ്റിക് ആണ്, ഇവിടെ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉയർന്ന പ്രൈസാണ് ഈടാക്കുന്നത് OP1. ഇവിടെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുറഞ്ഞ പ്രൈസാണ് ഈടാക്കുന്നത് OP2. അപ്പോൾ നോക്കുക, ഇവിടെ OP1ഉം OP2. ഇനി ഇവിടുത്തെ റവന്യൂ എന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് MRA ആണ്. രണ്ടാമത്തെ മാർക്കറ്റിലെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് MRB ആണ്. ഓക്കെ, ഈ 2 MRAയും MRBയും കൂട്ടിയതാണ് AMR എന്ന് പറയുന്നത്, അഗ്രിഗേറ്റ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, കോസ്റ്റിൻ്റെ കാര്യത്തിൽ മാർജിനൽ കോസ്റ്റ് 2 ഫേമിലും 2 സബ് മാർക്കറ്റിലും സെയിം ആണ്. എന്നാൽ മാർജിനൽ റവന്യൂസ് ഡിഫറൻ്റ് ആണ്. കാരണം 2 മാർക്കറ്റിലും ചാർജ് ചെയ്യുന്ന പ്രൈസസ് ഡിഫറൻ്റ് ആണ്. മാർക്കറ്റ് എയിൽ ചാർജ് ചെയ്യുന്ന പ്രൈസ് കൂടുതലാണ്, മാർക്കറ്റ് ബിയിൽ ചാർജ് ചെയ്യുന്ന പ്രൈസ് കുറവാണ്. കാരണം അവിടെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആണ്, ഇവിടെ ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, അപ്പോൾ ഇവിടെ AMRഉം MCയും ഈക്വൽ ആവുന്ന പോയിന്റ് E ആണ്, അല്ലേ? E എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇവിടെ ഇക്വിലിബ്രിയത്തിലാവുന്നത്, ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ MC തന്നെയാണ് ഇവിടുത്തെ MC എന്ന് പറയുന്നത്. അപ്പോൾ ഈ MCയും E1ഉം അല്ലെങ്കിൽ MCയും MRAയും ഈക്വൽ ആവുന്ന പോയിന്റാണ് E1.
അപ്പോൾ E1 OM1 ക്വാണ്ടിറ്റിയാണ് നമ്മൾ സോൾഡ് ചെയ്യുന്നത് അല്ലേ. അതിൽ OP1 പ്രൈസാണ് ഈടാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ E2 എന്നുള്ള പോയിന്റിലാണ് രണ്ടാമത്തെ സബ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. അവിടെ OM2 ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്നു, അതേപോലെ OP2 പ്രൈസ് ഈടാക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ ടോട്ടൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ OM ആണ് അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി സോൾഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ OM1 പ്ലസ് OM2 കൂട്ടിച്ചേർത്താണ് OM എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ കർവുകൾക്ക് നോക്കുക, AMRനും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിനൊക്കെ ഒരു കിങ്ക് വരുന്നുണ്ട് അല്ലേ, ഒരു ചെരിവ് വരുന്നുണ്ട്. ഈ ചെരിവ് വരാനുള്ള കാരണം എന്താണ്? ഈ രണ്ട് മാർക്കറ്റിൻ്റെയും ഇലാസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ആദ്യത്തെ മാർക്കറ്റിൻ്റെയാണ് ഇത്രയും പോർഷൻസ് കാണിക്കുന്നത്. കാരണം എന്താണ്? അവിടെ ലെസ് ഇലാസ്റ്റിക് ആണ്, അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റീപ്പറായിട്ടാണ് വരുന്നത്, കുത്തനെയാണ് വരുന്നത്. രണ്ടാമത്തെ മാർക്കറ്റിൻ്റെ മോർ ഇലാസ്റ്റിക് ആണ്, അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കർവിൻ്റെ ഷേപ്പിനകത്ത് ചെറിയൊരു മാറ്റങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. മൊണോപോളിസ്റ്റ് വിൽ സെൽ ഹിസ് പ്രൊഡക്റ്റ് ഇൻ 2 സബ് മാർക്കറ്റ്സ് A ആൻഡ് B. A എന്നുള്ള സബ് മാർക്കറ്റിലും B എന്നുള്ള സബ് മാർക്കറ്റിലും മൊണോപോളിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നു. മാർക്കറ്റ് A ഈസ് ലെസ് ഇലാസ്റ്റിക്. മാർക്കറ്റ് A എന്ന് പറയുന്നത് ലെസ് ഇലാസ്റ്റിക് ആണ്, മാർക്കറ്റ് B ഹൈ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ മൊണോപോളിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? MC കർവ് ഈക്വൽ ടു അഗ്രിഗേറ്റ് മാർജിൻ റവന്യൂ. MCയും AMRും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് അത് ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു AMR എന്ന് പറയുന്നത് MRAയും MRBയും കൂട്ടുന്നതാണ്. MC രണ്ട് മാർക്കറ്റിലും സെയിം ആണെന്ന് പറഞ്ഞു. സോ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ AMR ആൻഡ് MC ഡിറ്റർമൈൻസ് ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ AMR MCയും ഈക്വൽ ആവുന്ന E എന്ന് പറയുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ മൊണോപോളിസ് ഡിവൈഡ് ദിസ് ഔട്ട്പുട്ട് ബിറ്റ്വീൻ 2 മാർക്കറ്റ്സ്. രണ്ട് മാർക്കറ്റിലായിട്ടാണ് ഈ ഔട്ട്പുട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ മാർക്കറ്റിലാണ്? നമ്മുടെ A എന്നുള്ള മാർക്കറ്റിലും B എന്നുള്ള മാർക്കറ്റിലും. അതിലെ മാർജിനൽ റവന്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? ആദ്യത്തെ മാർക്കറ്റിൽ OM1 ക്വാണ്ടിറ്റിയാണ് വിൽക്കുന്നത് അല്ലേ, അവിടെ MCയും MRAയും ഈക്വൽ ആവുന്ന പോയിന്റ് E1 E1 നമ്മൾ OM1 ക്വാണ്ടിറ്റി വിൽക്കുന്നുണ്ട്, OP ആണ് അതിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് OM ആണ്, OM1ഉം OM2ഉം കൂട്ടിയതാണെന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതേപോലെ പ്രൈസ് ഈസ് ഹയർ ഇൻ മാർക്കറ്റ് A എന്നുള്ള മാർക്കറ്റിൽ പ്രൈസ് കൂടുതലാണ്, കാരണം അവിടെ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണ്. മാർക്കറ്റ് ബിയിൽ മോർ ഇലാസ്റ്റിക് ആയതുകൊണ്ട് അവിടെ ലോവർ പ്രൈസാണ്, OP2 ആണ് പ്രൈസ്. സോ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപോളിസ്റ്റ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? MC is equal to MR1 is equal to MR2. അപ്പോൾ MC is equal to MR1 is equal to MR2, അല്ലെങ്കിൽ MC is equal to MR1 എന്ന് പറയാം. അതേപോലെ തന്നെ MC is equal to MR2 എന്ന് പറയാം. ഈ രണ്ട് കേസിലാണ് അത് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ കണ്ടീഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊണോപ്പൊളിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? dπ/dq1 is equal to 0, dπ/dq2 is equal to 0. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇത് നമ്മൾ പ്രോഫിറ്റ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ MR1 is equal to MC, MR2 is equal to MC. MR/MC അപ്രോച്ച് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഇതാണ്. MR1 is equal to MC, MR2 is equal to MC. എന്തുകൊണ്ടാണ് MC എന്ന് പറയുന്നത്? MC രണ്ടിനും കോമൺ ആണ്. ഇനി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ആണെങ്കിലോ d² π/dq² ലെസ് ദാൻ 0, അതേപോലെ തന്നെ d² π/dq² അല്ലേ ലെസ് ദാൻ 0 നമ്മൾ പറയാം. dq1 ലെസ് ദാൻ 0, dq2 ലെസ് ദാൻ 0 അങ്ങനെ കൊടുക്കണം. dq1ഉം ഇവിടെ dq1ഉം അതുപോലെ dq2ഉം ലെസ് ദാൻ 0 ആയിരിക്കണം. അല്ല എങ്കിൽ നമുക്ക് അടുത്ത കണ്ടീഷൻ വരുന്നത് MRMC അപ്രോച്ച് വെച്ചിട്ടാണെങ്കിലോ d² R1 ഡിവൈഡ് ബൈ dq1² ലെസ് ദാൻ d² C ഡിവൈഡ് ബൈ dq². അതും ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ബോത്ത് ദീസ് ടു കണ്ടീഷൻസ്. d² R2 ഡിവൈഡ് ബൈ dq2² ലെസ് ദാൻ d² C ബൈ dq². ഇത് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ പറഞ്ഞപ്പോൾ ചില ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. The demand functions of the segmented markets are given. P1 is equal to 80 minus 2.5 Q1 and P2 is equal to 180 minus 10 Q2, where Q is equal to Q1 plus Q2. C is equal to 50 plus 40Q, that is equal to 50 plus 40 into Q1 plus Q2. Find equilibrium price and quantities, profit of the firm, elasticities in 2 markets. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കവിടെ
രണ്ട് ഡിമാൻഡ് ഫംഗ്ഷൻസ് തരും. കാരണം നമുക്ക് രണ്ട് സെഗ്മെൻറ്റഡ് മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സെഗ്രിഗേറ്റഡ് മാർക്കറ്റ് ഉണ്ട്. അതിൽ ഒന്നിൻ്റെ P1 ഒന്നിൻ്റെ P2 എന്ന് വരും. കോസ്റ്റ് ഫംഗ്ഷൻ ഒന്ന് മാത്രമേ തരുള്ളൂ. അതെന്താണ്? 50 + 40Q. അതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 50 + 40Q1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 50 + 40Q2 എന്ന് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം. അതുകൊണ്ടാണ് ഇവിടെ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ട് മാർക്കറ്റിൻ്റെയും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാമാണ് കണ്ടെത്തേണ്ടത്? ഈക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും, പ്രോഫിറ്റ്, ഇലാസിറ്റി, ഈ 3 കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് പോവാം. സൊല്യൂഷൻ പൈ = R1 + R2 - C. നമുക്കറിയാം പൈ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. തമ്മിലുള്ള പോസിറ്റീവ് ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയുക? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന റവന്യൂ ആണ്. അതാണ് TR എന്ന് പറയുന്നത്. ആ TRനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? R1 വരുന്നുണ്ട്, R2 വരുന്നുണ്ട്, R1 R2 വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ R1 + R2 - C എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് R1 എങ്ങനെ കണ്ടെത്താം? ഇവിടെ TR നമ്മളെങ്ങനെ കണ്ടെത്താറുള്ളത്? P × Q. P × Q വെച്ചിട്ടാണ് നമ്മൾ TR കണ്ടെത്താറുള്ളത്. അങ്ങനെയാണെങ്കിൽ R1 എങ്ങനെ കണ്ടെത്താം? P1 × Q1, അല്ലെങ്കിൽ Q1 × P1. അപ്പോൾ Q1 അതുപോലെ എഴുതി. P1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 80 - 2.5Q = Q × 80 ചെയ്യുമ്പോൾ 80Q1. Q1 × -2.5Q1 ചെയ്യുമ്പോൾ -2.5Q1². അപ്പോൾ നമുക്ക് R1 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് R1 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? MR1 കണ്ടെത്തിക്കൂടെ? MR1 കണ്ടെത്താൻ എന്താ ചെയ്യുക? dR1/dQ1. കിട്ടിയ ഈ ആൻസറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു Q1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 80 - 5Q1. 80Q1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 80 കിട്ടി. -2.5Q1² ചെയ്യുമ്പോൾ 2 × 2.5 ചെയ്യുമ്പോൾ 5 കിട്ടും. ദെൻ 5Q1 വരും. അപ്പോൾ 80 - 5Q1. ഇതേപോലെ നമ്മൾ R2 ചെയ്യുന്നു. R2 ചെയ്യുമ്പോൾ എങ്ങനെ വരിക? Q2 × P2. Q2 അതുപോലെ എഴുതി. P2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ എഴുതി. 180 - 10Q2. ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? Q2 × 180, 180Q2 -Q2 × -10Q2 -10Q2². ഓക്കെ, അപ്പോൾ നമുക്ക് MR2 കാണാം. അപ്പോൾ R2 കിട്ടിയ സ്ഥിതിക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് MR2 കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? dR2/dQ2 ചെയ്ത സമയത്ത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 180 - 10Q2² ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 20Q2. അപ്പോൾ 180 - 20Q2 എന്ന് കിട്ടി. ഇനി നമ്മൾ MRMC അപ്രോച്ച് വെച്ചിട്ടാണ് ഈ കണക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്താണ്? MR1 = MC, MR2 = MC. ഓക്കെ, അത് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ MC കണ്ടെത്തണം. MC കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് C തന്നിട്ടുണ്ട്. എത്രയാണ്? 50 + 40Q. നമുക്കത് Q1 + Q2 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ആദ്യത്തെ ബേസിക് ഫോമിലെടുത്തു. 50 + 40Q. അപ്പോൾ MC നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ 50 + 40Qനെ വിത്ത് റെസ്പെക്ട് Q കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അപ്പോൾ 40 എന്ന് കിട്ടി. അപ്പോൾ MC = MR1, അല്ലെങ്കിൽ MR1 = MC ആണ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ. അപ്പോൾ MC എത്രയാണ്? 40. MR1 എത്രയാണ്? 80 - 5Q1. അതിൽ നമ്മൾ 5Q1 ഇവിടെ നിർത്തി, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, 40 അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ 80 - 40 ആയി. ദാറ്റ് ഈസ് = 40 എന്ന് കിട്ടി. അതിൽ നിന്നും Q1ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 40/5 8 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ അപ്പോൾ നമ്മൾ MR1 = MC ചെയ്തപ്പോൾ Q1 കിട്ടി. ഇതേപോലെ MR2 = MC ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? Q2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ MC 40 ആണ്. MR2 എത്രയാണ്? 180 - 20Q2. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Q2ൻ്റെ വാല്യൂ എത്ര കിട്ടി? 7 എന്ന് കിട്ടും. ഓക്കെ, അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 140/20 = 7 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q ആണ്. ആ Q എന്ന് പറയുന്നത് ഏതൊക്കെ കൂടിച്ചേർന്നാണ്? Q1ഉം Q2ഉം കൂടിച്ചേർന്നാണ് അല്ലേ? അപ്പോൾ Q1 എത്രയാണ്? 8 എന്ന് കിട്ടി. Q2 എത്രയാണ്? 7 എന്ന് കിട്ടി. അപ്പോൾ 7 + 8 15. അതാണ് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് d² π/dQ² <0. ഒന്നുകിൽ ഇത് ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. d²R1/dQ1² d² C/dQ². അതൊന്ന്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. d²R2/dQ2² d² C/dQ². ഇത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അത് മാക്സിമം ആണ് മിനിമം ആണെന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ MR1 ഉണ്ട്. ഈ MR1നെ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? -5 കിട്ടി. MR1നെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് Q1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ
-5 കിട്ടി. എം സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു അല്ലേ, എം സി 40 ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടി, -5 എന്ന് പറയുന്നത് <0, 0നേക്കാൾ ചെറുതാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, MR2നെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. 180 - 20 Q2നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് Q2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് -20 കിട്ടി. എം സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയ ആൻസർ തന്നെയാണ് 0 ആണ് അല്ലേ. അപ്പോൾ -20 0. അപ്പോൾ -20 0 വെച്ച് നോക്കുമ്പോൾ എന്താണ്, -20 0. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ്, എം സി കൂടുതലും അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ നോക്കുക, -5 0 സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ -20 0 അല്ലേ, 0 അല്ലേ വലുത്. സ്ലോപ്പ് ഓഫ് MR ചെറുതാണ്, എം സി വലുതാണ്. ഇവിടെയും സ്ലോപ്പ് ഓഫ് MR ചെറുതാണ്, എം സി വലുതാണ്. അപ്പോൾ ഈ രണ്ട് കേസിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്ക് പറയാം ദസ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് പ്രൈസസ് ഇൻ 2 മാർക്കറ്റ്സ് കാണണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തി Q1 എത്രയാണ്, Q2 എത്രയാണ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, P1ൻ്റെയും P2ൻ്റെയും ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ Q1ൻ്റെ സ്ഥാനത്ത് 8 എന്നും Q2ൻ്റെ സ്ഥാനത്ത് 7 എന്നും കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, P1ൻ്റെ വാല്യൂ 60 എന്ന് കിട്ടും. അതേപോലെ തന്നെ P2ൻ്റെ വാല്യൂ 110 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ Q1ൻ്റെ സ്ഥാനത്ത് Q2ൻ്റെ സ്ഥാനത്തും 7 8 Q1 8 ആണ്, Q2 7 ആണ്. ആ രണ്ട് വാല്യൂസും കൊടുക്കുന്ന സമയത്ത് നമുക്ക് 60 110 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്തി, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടെത്തി. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ R1ഉം R2ഉം കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഒന്ന് നോക്കാം. R1 നമ്മൾ എന്ത് ചെയ്തു, R1 നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാണ്, ആ ഇക്വേഷൻ എഴുതി വെച്ചു. 80 Q1 - 2.5 Q1 സ്ക്വയർ. അപ്പോൾ 80 ഇൻറ്റു Q1ൻ്റെ സ്ഥാനത്ത് 8 - 2.5 ഇൻറ്റു 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 480. അപ്പോൾ 480 നമ്മുടെ എന്ത് കിട്ടിയത്, R1 കിട്ടിയത്. ഇതേപോലെ R2 എന്നുള്ള ഇക്വേഷനിൽ Q1ൻ്റെയും Q2ൻ്റെ സ്ഥാനത്ത് ഇക്വേഷൻ നമ്മളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 770 കിട്ടി. അപ്പോൾ 480ഉം 770ഉം R1ഉം കിട്ടി, R2ഉം കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കണ്ടെത്തണം, ഫേമിൻ്റെ മാക്സിമം പ്രോഫിറ്റ് കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, C = 50 + 40Q ആണ്. അതിൽ Qൻ്റെ സ്ഥാനത്ത് 15 അങ്ങ് കൊടുത്തു. അപ്പോൾ 50 + 40 × 15 ചെയ്തപ്പോൾ നമുക്ക് 650 കിട്ടി. ഇനി പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, R1 + R2 - C ആണ്. അല്ല, R1 എത്രയാണ്, 480, R2 എത്രയാണ്, 770, മൈനസ് C എന്ന് പറയുന്നത് എത്ര കിട്ടിയത്, 650. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 600 കിട്ടി. അതാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയാണ്. ഇലാസ്റ്റിസിറ്റി ചെക്ക് ചെയ്യാൻ എന്താണ് ഇക്വേഷൻ, E1 = dQ1/dP1 × P1/Q1. അപ്പോൾ നമുക്ക് P1 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 80 - 2.5 Q1 എന്നുള്ളതാണ് അല്ലേ P1ൻ്റെ ഇക്വേഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, Q1 ആയിട്ട് മാറ്റണം. അപ്പോൾ അതിനെ Q1 ആയിട്ട് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 32 - 0.4 P1 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു P1 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. P1 കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -0.4 എന്ന് കിട്ടും. ഓക്കെ, -0.4 എന്ന് കിട്ടും ഇൻറ്റു P1/Q1. P1 എത്രയാണ്, P1ഉം ഡിവൈഡഡ് ബൈ Q1. P1 നമുക്ക് എത്ര കിട്ടിയത്, 60 കിട്ടി. Q1 എത്ര കിട്ടിയത്, 8. അപ്പം -0.4 ഇൻറ്റു 60/8 ചെയ്യുമ്പോൾ നമുക്ക് -3 ആണ് കിട്ടുക. അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ P2ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 180 - 10 Q2. അതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് Q2 എന്നാക്കി മാറ്റുന്നു. അപ്പോൾ എന്ത് കിട്ടി, 18 - 0.1 P2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വിത്ത് റെസ്പെക്ട് P2 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് -0.1 കിട്ടും ഇൻറ്റു P2/Q2. P2 എത്രയാണ്, 110, Q2 എത്രയാണ്, 7. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് -1.57 എന്ന് കിട്ടും. അതിനെ മോഡുലസ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1.57 എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്താണ്, ആദ്യത്തേൻ്റെ 3, രണ്ടാമത്തേൻ്റെ 1.57. അതിൻ്റെ അർത്ഥം എന്താണ്, ഫസ്റ്റ് മാർക്കറ്റിലെ ഇലാസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് മാർക്കറ്റ്. അപ്പോൾ സെക്കൻഡ് മാർക്കറ്റിലെ ഇലാസിറ്റി കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ പ്രൈസ് ഈടാക്കും. ഫസ്റ്റ് മാർക്കറ്റിലോ ഇലാസിറ്റി
കൂടുതലാണ്, അവിടെ കുറച്ച് പ്രൈസ് മാത്രമാണ് ഈടാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം. ഇനി ഇതിൻ്റെ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ സെമസ്റ്റർ എക്സാമിന് 2021 മാർച്ച് 6th സെമസ്റ്ററിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ ചോദിച്ച ചോദ്യമാണിത്. ഡിറ്റർമൈൻ ദി ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് മാക്സിമം പ്രോഫിറ്റ് ഓഫ് എ മൊണോപ്പൊളിസ്റ്റ് ഹൂസ് ഡിമാൻഡ് ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻസ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ഡിമാൻഡ് ഫംഗ്ഷനും അതേപോലെ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ പ്രോബ്ലം എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്